ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോവാന്ന് കരുതിയാൽ ഞാൻ താമസിക്കുന്നത് ഒരു കുടിസ റൂമിലാച്ചാ. കൂടെയാണേലും ഒരു കൂട്ടുകാരിയുണ്ട്. അതുകൊണ്ട് അവർക്കും കൂടെ സ്റ്റേ ചെയ്യാനും പറ്റില്ല. കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് നടക്കുന്നതേ ഉള്ളൂ. നക്കാപ്പിച്ച എന്തെങ്കിലും ആ കിട്ടുന്നേ. എന്റെ കാര്യങ്ങൾ കഴിയുമ്പോ തന്നെ പിന്നെ മിച്ചം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വീടെടുത്ത് നമുക്ക് 4 പേർക്കും കൂടി അങ്ങോട്ട് മാറായിരുന്നു. പിന്നെ പഠിക്കാൻ ഞാൻ മിടുക്കിയായോണ്ട് എന്റെ ബോസിന് എന്നെ വലിയ കാര്യ. അങ്ങനെ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടാ അവരെ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അവരവിടെ സേഫായിട്ട് നിന്നോട്ടെ എന്ന് കരുതി. അപ്പോ മോളാണോ അവരോട് ആക്കിയത്? അതെ. പക്ഷെ ഞാനത് അമ്മയോടും ചിന്നുവിനോടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനും അറിയിക്കണ്ട. ഇല്ല. പക്ഷെ ചിന്നു അവിടെ ഒരു ജോലിക്കാരിയാവുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ലച്ചാ. അത് അവളുടെ തന്നെ തീരുമാനമായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല. മറ്റൊരു വീട്ടില് എന്റെ അമ്മയും അനിയത്തിയും ജോലിക്ക് നിക്കാന്ന് പറഞ്ഞാൽ അതെന്റെ ഗതികേടാച്ചാ. അതുകൊണ്ട് മാഡത്തിനോട് അവരെന്റെ ആരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ ചിലപ്പോ ഏതെങ്കിലും തരത്തില് അതെന്റെ ജോലിയെ ബാധിക്കും. അതാ. ഏയ്, അത് സാരമില്ല മോളെ. എന്നും നമ്മൾ ഈ അവസ്ഥയിലായിരിക്കില്ലല്ലോ. ഉടനെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാം നമുക്ക്. അമ്മയും ചിന്നും അവിടെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കാച്ചാ. അവരെപ്പോഴും എന്റെ കൺവെട്ടെ തന്നെ വേണമെന്ന് കരുതിയോണ്ടാ ഞാൻ അവരെ ആ വീട്ടിൽ തന്നെ ആക്കിയത്. ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ ആ കമ്പനിയിൽ തന്നെ ഞാൻ ജോലിക്ക് കയറും. അതും നല്ല ശമ്പളത്തോടു കൂടി തന്നെ. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇനി നാട്ടിലേക്കൊന്നും ആരും പോണ്ടാച്ചാ. ഞാനിവിടെ ഒരു വീട് വാങ്ങാം. നിങ്ങളെ 3 പേരെ ഞാൻ നോക്കിക്കോളാച്ചാ. ഇപ്പോഴാ മോളെ അച്ഛനോട് സമാധാനായത്. അവർക്ക് എന്തെങ്കിലും വന്നാ ഓടിയെത്താൻ എന്റെ മോളുണ്ടല്ലോ. അച്ഛന്റെ തുമ്പിമോൾക്ക് നിങ്ങളെയൊക്കെ മറന്നുള്ളൊരു ജീവിതം ഉണ്ടോ അച്ഛാ? അച്ഛൻ ധൈര്യമായിട്ട് ചെല്ല്. അവരുടെ കാര്യോർത്ത് ഒരു തരത്തിലുള്ള വിഷമവും അച്ഛന് വേണ്ട. എന്നാ അച്ഛൻ പോട്ടെ മോളെ. അച്ഛൻ വിളിക്കാം. അച്ഛാ, ഇതാച്ചാ, ഇതച്ഛൻ കയ്യിൽ വെച്ചോ. ഇത്രയും ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ. അയ്യോ വേണ്ട മോളെ, മോളുടെ ചെലവില് വെച്ചോ. ഒരുപാട് ചെലവുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ ഈ നിലയിലെത്താൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടത് അച്ഛന്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ പൈസ കൊണ്ടാ. എന്നെ പഠിപ്പിക്കാൻ അച്ഛൻ നാട് മുഴുവൻ കടം വാങ്ങാൻ ഓടിയ കാഴ്ച ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പഴയതൊന്നും അച്ഛന്റെ തുമ്പിമോള് മറന്നിട്ടില്ല അച്ഛാ. നിങ്ങളെയൊന്നും മറന്ന് എനിക്കൊരു ജീവിതവും ഇല്ല. അച്ഛനിത് വാങ്ങണം.